പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുതിയ തുടക്കത്തിനായി, ഒരു പുതിയ ദിവസം, പുതിയ ആരംഭത്തിനായി ഒരു പുതിയ ദിവസം കർത്താവ് നമുക്ക് ദാനം തന്നു. കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അർഹതയും യോഗ്യതയും ഇല്ലാതിരുന്നിടത്ത് അർഹതയും യോഗ്യരുമാക്കി നമ്മളെ മാറ്റിയെടുത്ത് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യരാക്കി പ്രാപ്തരാക്കി നിർത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തിന്, ദൈവം തന്ന എല്ലാ ഉപകാരത്തിനും, നന്മകൾക്കും കൃപകൾക്കും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നീ പ്രഭാതം പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കുവാൻ തക്കവണ്ണം ദൈവവചന ധ്യാന ചിന്തയ്ക്കായി ഐസിയ പ്രവാചക പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നു. ഐസിയ ചാപ്റ്റർ 44 വേഴ്സ് 3. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. For I will pour water upon him that is thirsty, and floods upon the dry ground. I will pour my spirit upon thy seed, and my blessing upon thy offsprings. അനുഗ്രഹിക്കപ്പെട്ട വചനം. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഈ വചനത്തിൽ നിന്ന് ഒരുപാട് സന്ദേശം കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപക്ഷെ ഞാൻ തന്നെ ഈ വചനത്തിനകത്തേയും സംസാരിക്കുകയും പ്രഭാതത്തിലിരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അനുഗ്രഹിക്കപ്പെട്ട വചനം. ആ വാക്ക് ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളം. ഒരു നല്ല നല്ല ദൈവത്തിൻ്റെ ഒരു ഫ്രേസ്, അരുളപ്പാട്, പ്രോമിസാണ്. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളം തരും. 2, വരണ്ട നിലത്ത് നീരൊഴുക്ക് ഉണ്ടോ? അത് 2 ആവശ്യത്തിലിരിക്കുന്നവർക്ക് കൊടുക്കുന്ന. ദാഹിച്ചിരിക്കുന്നതിന് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ചുമ്മാ ഒരുത്തിനോട് വെള്ളം കുടിക്കുന്നു എന്ന് ചോദിച്ചാൽ അവൻ പറയും വേണ്ട, വെള്ളം വേണ്ടാന്ന് പറയും. പക്ഷെ ദാഹിച്ചിരിക്കുന്ന ഇങ്ങോട്ട് ചോദിക്കും വെള്ളം. അതാ വ്യത്യാസം. അതുകൊണ്ടാണ് യേശു കർത്താവ് ഉത്സവത്തിന് മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു കർത്താവ് നിന്നുകൊണ്ട് പറഞ്ഞ്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ, വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദി പൊട്ടിയൊഴുകും. അപ്പൊ ഈ വാക്ക് കണ്ടോ, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളം. ദാഹിക്കുന്നവൻ ആവശ്യമുണ്ട് വെള്ളത്തിന്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ദൈവവചനത്തിനായിട്ടുള്ളൊരു ദാഹമുണ്ട്. ഒരു ദാഹം. ദാഹിച്ചിരിക്കുന്ന ഇടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും. അപ്പൊ ഈ നീരൊഴുക്കിന്റെ ആവശ്യം വരണ്ട നിലത്താണ്. ഇഷ്ടംപോലെ വെള്ളമുള്ള നെൽപ്പാടത്ത് പിന്നെ വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇനിയും ഒരു ചാലും വെള്ളവും ഒക്കെ ഉള്ളിടത്ത് വെള്ളത്തിന്റെ ആവശ്യമില്ല. വെള്ളത്തിന് വാല്യൂ അറിയത്തില്ല. പക്ഷേ വരണ്ട നിലത്ത്, വരണ്ട വിളകൾ, കൃഷികൾ നശിച്ചു പോകുമെന്ന് തോന്നുന്ന ഇടത്ത് ഒരു തുള്ളി വെള്ളം കിട്ടി അതിന് ഭയങ്കര വാല്യൂ ആണ്. അതാ വരണ്ട നിലത്ത് നീരൊഴുക്കും. അതിൻ്റെ ആവശ്യത്തിന്റെ പേരാ. ഇപ്പൊ ആദ്യത്തെ ദാഹിച്ചിരിക്കുന്ന ഒരുവൻ ദാഹം പിടിച്ചെടുത്താൻ പറ്റത്തില്ല. ദാഹിച്ചിട്ട് അവൻ വെള്ളം കിട്ടാതെ മരണപ്പെട്ടു പോകാൻ വരെ സാധ്യതയുണ്ട്. ദാഹത്തിന്റെ അളവനുസരിച്ച്. ദാഹിച്ചിരിക്കുന്ന ഒരുവനോട് വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കട്ടെ, അവൻ ഇങ്ങോട്ട് വെള്ളത്തിനായി വരും. നോക്കിക്കേ, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും. ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കിക്കേ, ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ കുഞ്ഞെ, നീ ദാഹിച്ചാണോ ഇരിക്കുന്നത്? അതെ, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവവചനത്തിനായിട്ടുള്ള ദാഹമുണ്ടോ? ദൈവം നിന്നെ നിറയ്ക്കാൻ വിശ്വസ്തനാണ്. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും. വരണ്ട നിലവേദ ഡ്രൈ ഔട്ടായി ഇനി ഇത് നന്നാവില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്ന ഇടത്ത് നീരൊഴുക്കും. പിന്നെ അടുത്തത് നീരൊഴുക്കും പകരം. അടുത്തത്, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെ. വാക്ക് കേട്ടോ, നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. ഈ വചനം ഹൃദയത്തിനകത്തുനിന്ന് പതിഞ്ഞ് ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ, തലമുറകൾ എവിടെ, ഏത് ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ഏത് ഭാഗത്തായിരുന്നാലും പിന്നിലിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു അമ്മച്ചി, ഒരു ഹന്നാമ്മച്ചി ഉണ്ടോ? ശമൂവേൽ ബാലൻ, ഒപ്പിരിയുടെയും പീരാകാസിന്റെയും കൂടെയാകട്ടെ, ഏത് പ്രതിസന്ധിയിലും ആകട്ടെ, ദർശനമില്ലാതിരുന്ന്, വെളിപ്പാടില്ലാതിരുന്നിടത്ത്, കൂട്ടുകാർ ഒപ്പിനിയും പീരേകാസും വഷളന്മാരെന്ന് പറയുന്നിടത്ത് ശമൂവേൽ ബാലൻ ദർശനം കാണും. പിന്നെ പ്രാർത്ഥിക്കുന്ന മാതാവ് ഉള്ളത് കൊണ്ടാണ്. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെ. കുഞ്ഞെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ സന്തതി ഓർത്ത് വ്യാകുലപ്പെടുകയും വേദനിക്കുകയും ചെയ്യാണോ? നിന്റെ സന്തതിമേൽ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം പകരും. നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെ, ദൈവത്തിന്റെ അനുഗ്രഹത്തെ പകരും. 2 വാക്കുകൾ.
നിന്റെ സന്തതിയുടെ മേൽ, നിന്റെ ഓഫ് സ്പ്രിങ് സീഡു എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. നിന്റെ സന്തതി സന്താനം എന്നാണ് മലയാളത്തിൽ. നിന്റെ ഓഫ് സ്പ്രിങ്, പിൻതലമുറക്കാരെന്ന ഓഫ് സ്പ്രിങ്ങിന്റെ അർത്ഥം. സന്തതി എന്ന് പറഞ്ഞാൽ നിന്റെ തലമുറയെന്നും, എന്നാൽ പിൻതലമുറക്കാരുണ്ടോ, നിന്റെ സന്തതിയുടെ മേലും സന്താനത്തിന് വേണ്ടി മലയാളത്തിൽ പറയുന്ന വാക്ക്. നിന്റെ സന്തതിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ, നിന്റെ സന്താനത്തിന് മേൽ, നിന്റെ ഓഫ് സ്പ്രിങ്ങിന്റെ മേൽ, നിന്റെ തലമുറകൾ, നിന്റെ പിൻഗാമികളുടെ മേൽ, അതാ പറയുന്ന 1000 തലമുറ വരെ അനുഗ്രഹം, 1000 തലമുറ വരെ ദീർഘക്ഷമ കാണിക്കുന്ന ദൈവം. നിന്റെ തലമുറയുടെ മേൽ ദൈവം തമ്പുരാൻ അനുഗ്രഹത്തെ പകരും. കുഞ്ഞേ, ഈ വചനം ശ്രദ്ധിച്ചേ. നിന്റെ സന്തതിമേൽ ദൈവത്തിന്റെ ആത്മാവിനെയും, നിന്റെ സന്താനത്തിന്മേൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെയും പകരുമെന്ന്. നിന്റെ സന്തതിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരും, നിന്റെ സന്താനത്തിന്മേൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ പകരും. ഇന്ന് പ്രഭാതത്തിൽ നീ ഒന്ന് വിശ്വസിച്ചേ കുഞ്ഞെ, ഈ പ്രഭാതത്തിൽ നീ ഒന്ന് വിശ്വസിച്ചേ. നിന്റെ സന്തതിയുടെ മേൽ, നിന്റെ സന്താനത്തിന്മേൽ ഒരനുഗ്രഹം പകരുന്ന, നിന്റെ സന്താനത്തിന്മേൽ, നിന്റെ പിൻതലമുറക്കാരുടെ മേൽ അനുഗ്രഹം പകരുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. അന്വർത്ഥമായ, എത്ര അർത്ഥവത്തായ ഒരൊറ്റ വാചകമാ, ഒരു വാക്യമാ വായിച്ചു കേട്ടത്. ദാഹിച്ചിരിക്കുന്നിടത്ത് പൊരുള് പറയട്ടെ, നീ ആഗ്രഹിക്കുന്നിടത്ത്, മറ്റാരും സഹായിക്കാനില്ലാതിരിക്കുന്നിടത്ത്, എല്ലാ ആശ്രയവും പോയിരിക്കുന്നിടത്ത്, ദാഹിച്ച് വരണ്ടിരിക്കുന്നിടത്ത് നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നിനക്ക് വെള്ളം തരുന്ന ഒരുവനുണ്ട്. വരണ്ട നിലം പോലെ, ഈ വരണ്ട നിലത്തിന് ഒരു പരിഹാരമില്ലെന്ന് വിചാരിച്ച്, എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വരണ്ട നിലത്ത് ഒരു നീരൊഴുക്ക് വരുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ യഹോശാഫാത്തിനോട് പറയുന്നുണ്ട്, കാറ്റ് കാണുകയില്ല, മഴമേഘങ്ങളില്ല, കാർമേഘമില്ല, പക്ഷേ താഴ്വരയിൽ കുഴികൾ വെട്ടുക, ആ കുഴികൾ വെള്ളം കൊണ്ട് നിറയ്ക്കാൻ ദൈവം ശക്തനാണ്. നിന്റെ അത് കഴിഞ്ഞിട്ടുള്ള 2 വാക്കുണ്ട്. നിന്റെ സന്തതിയുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ, നിന്റെ സന്താനത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരുന്ന ഒരു സുദിനം, ഒരു കാലഘട്ടം ഇതാ നിന്റെ മുമ്പിലുണ്ട്. നീ പതറണ്ട കുഞ്ഞെ, നീ പേടിക്കണ്ട. നിന്റെ സന്തതിയുടെ മേൽ യഹോവയുടെ അനുഗ്രഹത്തെ, നിന്റെ സന്താനത്തിന്മേൽ യഹോവയുടെ ആ ആത്മാവിനെ പകരുന്ന ദിവസം, ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നീ വന്നിരിക്കുന്നേ. ദൈവങ്ങളിലേക്കും സമർപ്പിച്ചാട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കൈമാറുന്നു, വചനം ജനത്തിന് കൈമാറുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. അദൃശ്യമായ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നപ്പ ദൈവകരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ആത്മാവിൽ ഞാൻ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വരണ്ട നിലത്ത് നീരുറവ്, ദാഹിച്ചിരിക്കുന്നതിന് വെള്ളവും, ആവശ്യത്തിൽ ഇരിക്കുന്നവന്റെ അടുക്കൽ ചെന്ന് മാറോട് ചേർത്ത് പിടിച്ച് ആവശ്യം നിവർത്തിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. സന്താനത്തിന്മേൽ അനുഗ്രഹവും സന്തതിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെയും പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കിട്ടിയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടി ഇരിക്കട്ടെ. ഗഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ കൃപയ്ക്കുള്ളിൽ മണിക്കുമാറാകട്ടെ. ഗഡ് ബ്ലസ് യു.